തിന്മ വിതച്ചാലും പോയി, ജഡത്തിൽ വിതച്ചാൽ നാശം പോയി, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ നോക്കുമ്പോൾ ശൗല് കുന്തം കൊണ്ട് വരിക. ഒരാമീൻ ഉറക്കെ പറഞ്ഞു. മകൻ അബ്ശലോം എതിരെ നിൽക്കുക. മുഴുവൻ പ്രതികൂലമാണ്. ജനങ്ങൾ ചില സമയങ്ങളിൽ അവർ കല്ലുകൊണ്ടൊക്കെ നിൽക്കുക. പക്ഷെ ദാവീദ് പറഞ്ഞു, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. This is the day that the Lord has made. We will rejoice and be glad in it. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. രാവിലെ എഴുന്നേറ്റ് അഭിഷേകത്തിന് ഒത്തിരി ക്ഷീണം. അപ്പം ഞാൻ ആ കട്ടിലെഴുതുകൊണ്ട് കണ്ണ് തുറന്ന് ആ കട്ടിലെന്ന് എഴുതേക്കുന്നു. അപ്പം ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ്. ഇന്ന് എന്നെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ തരുന്നു. ഈ കണ്ണുകൊണ്ട് ഞാൻ ഇന്ന് അത്ഭുതങ്ങൾ കാണും. ആരെയും പറഞ്ഞു നീ എന്തു പറയുന്നത്, മുമ്പോട്ട് പോകട്ടെ. എല്ലാവരും പറഞ്ഞ 3-ാം നാള്. അപ്പം അതിൻ്റെ പ്രത്യേകത ഇതാണ്, സംഭവിക്കാനിരിക്കുന്നത് യേശു വിളിച്ചു പറഞ്ഞു. പത്രോസ് കേട്ട ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യപുത്രൻ താരക്കപ്പെടാൻ പോവാ. ആദ്യം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പിന്നെ പറഞ്ഞു, നീ ക്രൂശ് സംഭവിക്കരുത്. പത്രോസ് ചിന്തിച്ചു, യേശു പറഞ്ഞ ശകലം കാര്യം പത്രോസ് കേട്ടുള്ളൂ. പത്രോസ് കേട്ട എന്താണെന്നറിയാവോ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. മനുഷ്യപുത്രൻ താരക്കപ്പെടാൻ, ആണികളെ തറയ്ക്കപ്പെടാൻ പോവാ, ഏൽപ്പിക്കപ്പെടാമെന്നേ കേട്ടുള്ളൂ. 3-ാം നാൾ അവൻ കേട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്കിത് ഫലിക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞു. അന്ന് എന്നോട് വ്യക്തമായിട്ട് പറയും, നിങ്ങൾ പലപ്പോൾ കേട്ട നിന്നെ ഇവിടെ അംബാനിയാക്കാമെന്നാ നീ കേട്ടിട്ടുള്ളത് മുഴുവൻ. ഇവിടെ നിന്നെ ഉയർത്താൻ നല്ല കാര്യം തന്നെ. പക്ഷെ നീ മറ്റേത് കേട്ടില്ല. നിത്യതയിൽ നിന്നെ അങ്ങ് അറ്റം വരെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് നീ കേട്ടില്ല. അവിടെ കൊണ്ട് പ്രസംഗം നടത്തി. കണ്ടൊരു എഴുത്തുകാരൻ ബുക്ക് എഴുതി. ഇവിടെ നോക്കി, ബുക്ക് എഴുതി പുള്ളിയുടെ ബുക്ക് തീർന്നു. എന്താ പറയുക, യേശു ക്രൂശിൽ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് പുള്ളി നിർത്തി. ഉയർപ്പ് പുള്ളി എഴുതിയില്ല. എടാ, ഈ സുവിശേഷം പൂർണ്ണമാകുന്ന എപ്പോഴാണെന്നറിയാവോ? ഒരു അമ്മി പറഞ്ഞു, ഇവിടെ ഞാൻ ദാരിദ്ര്യം പ്രസംഗിക്കുന്നതാണല്ലോ, ഇവിടെ മാനിക്കും ദൈവം. നിന്നെ കൂട്ടുകാൽ ഫലമായി ആനന്ദൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ദൈവം നിന്നെ ഉയർത്തും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇവിടെ പലതും തീരും. ഇവിടെ ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ സിറ്റിസൺ ഇവിടെ അല്ല. അമ്മി പറഞ്ഞു, അതുകൊണ്ട് വല്ലതും വേണോ? ഉറക്കം പറഞ്ഞു. കപ്പൽ മുതലാളിയുടെ മോന പറഞ്ഞു, എൻ്റെ സിറ്റിസൺ ഇവിടെ അല്ല, എൻ്റെ പൗരത്വം ഇവിടെ അല്ല. ഇപ്പം നമ്മൾ പറയും, കുഞ്ഞാർക്ക് വിആർ അടിച്ച് കിട്ടി, അവിടെ പോയി. ഇവിടെ നല്ല കാര്യം. കർത്താവിനെ സ്തുതിച്ചേ. പറയാൻ ധൈര്യമുണ്ടോ? നിന്റെ ആത്മീയ പക്വതയുടെ ഏറ്റവും വലിയ വളർച്ചയാണ് നീ വിളിച്ചു പറയണം. എന്താണെന്നറിയാമോ? എൻ്റെ പൗരത്വം അവിടെയാണ്. ആത്മീയതയുടെ ഏറ്റവും വലിയ കരുത്ത് ഞാൻ പറയട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്ട് ഞാൻ ബാലൻസിയല്ല പ്രസംഗിക്കുന്നത്. രാമി പറഞ്ഞേ, ആത്മീയതയുടെ ഏറ്റവും വലിയ കരുത്ത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരാൻ. പരിശുദ്ധമാ പറയുന്നത്, ഞാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാക്കി ഞാൻ പറയുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരാൻ കാംക്ഷ ഉണ്ടാകും. അത്യുത്തമമല്ലോ, അവിടെയാണ് ആത്മീയതയുടെ പവർ. അത് കാണുന്ന ഒരുത്തനുണ്ടല്ലോ, അയാളെ ഒത്തിരി ബുദ്ധിമുട്ട് ജെറിക്കൊക്കെ പറയുന്ന നിവാസം പറഞ്ഞു, ഇവിടെ നമുക്ക് ജെറിക്കോ കഷ്ടത ഇടുങ്ങിയ പോലെ. പിന്നെ ഇതിനെ ഭാഷയെ ഏറ്റവും വലിയ ലിസിയൊക്കെ ബുക്ക് ചെയ്ത് ഫസ്റ്റ് ക്ലാസ്സിൽ വായ്ക്കോലി കുഞ്ഞു പഠിക്കുന്നിടത്ത്. പക്ഷെ അതിവിടെ യാത്ര സുഖമായിരിക്കണ്ടായിട്ട്. പിന്നെ നമ്മളൊക്കെ യാത്രയിൽ അടുത്ത കൈ കൊണ്ടത് പറയാം, യാത്രയിൽ അതുപോലെ ഇവിടെയും ജീവനും പറ്റിക്കൊള്ളതെല്ലാം തന്നിട്ടുണ്ട്. ഒരാമയും പറഞ്ഞ്, ഇവിടെ ആരെയും ഞാൻ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കണ്ടുണ്ട്, അച്ഛന്മാരൊക്കെ ഓടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ കാണാറേ. പിന്നെ ഞാൻ കണ്ടു ലാംപട്രയുടെ പഴയ ആൾക്കാർക്ക് അറിയാം, നമ്മുടെ വിജയ സൂപ്പർ സ്കൂട്ടറൊക്കെ അറിയുന്ന സമയത്ത് അച്ഛന്മാർ ഇവയെ കയറുന്നത്. അത് പാർഷന്മാരൊക്കെ റയറാണത്. തന്നെ മാറ്റപ്പെടുത്തിക്കുന്നത്. ഇന്ന് അതിനകത്തും ഇല്ല. പൂർവ്വ കയറി എല്ലാവരും. കാരണം കുറ്റമല്ല, ആ തിരക്കുള്ളവരാണ്. ഈ കുപ്പായമൊക്കെ ഇട്ട് ഇവർ മുഷിഞ്ഞ് എന്താ കുർബാന എടുക്കാൻ ദൈവത്തെ സൂചിച്ചു പവല്ലേ. ദൈവം ഇന്ന് എല്ലാ ലെവലുകളും മാറ്റും, കർത്താവിനെ സൂചിച്ച്. പക്ഷേ ഇവിടെ നമ്മൾ യാത്രയില്ല. ഇവിടെ ബിന്ദികരാൻ പറഞ്ഞ് ഒത്തിരി സന്തോഷം തോന്നി. ആ വയസ്സ് കാലത്ത് പുള്ളി ക്ഷീണിതരായിട്ടിരിക്കുമ്പോഴെല്ലാം പുള്ളി പറയുന്ന മൊത്തം ഇങ്ങനെ, എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുക, എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഞാൻ വളരെ താല്പര്യത്തില്ല, എൻ്റെ ഭവനത്തിൽ എനിക്ക് എത്രയും വേഗം പെട്ടെന്ന് പോകണം. അപ്പം അവിടെ കണ്ടെങ്കിലേ പറയാനൊക്കെ തോന്നും. ഈ മനുഷ്യൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ താൻ 3-ാം സ്വർഗ്ഗം ഇവിടെ എടുക്കപ്പെട്ട് താൻ അവിടുത്തെ സന്തോഷം കണ്ടെത്തപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പ്രശംസിക്കത്തില്ല. ഞാൻ അവനെക്കുറിച്ച്, ഏതവൻ? വേറൊരു മനുഷ്യനല്ല, എൻ്റെ അകത്തെ മനുഷ്യനെ കുറിച്ച്. അതിലപ്പുറത്തൊരു സുവിശേഷമില്ല. ദൈവത്തെ സ്തുതിച്ച് ഞാൻ പ്രോസ്പെറിറ്റി പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പരിശുദ്ധമായി വിളിച്ചു പറയാം. നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ മുഴുവൻ വാടുന്ന പുല്ലിന് തുല്യം. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയല്ല പുല്ലിന്റെ പൂ പോലെ. പുല്ല് വാടി പൂ ഉതിർന്നുപോയി, കർത്താവിന്റെ വചനം നിലനിൽക്കും. കാര്യം ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാരായിട്ട് ഡെഡ് ബോഡി എടുക്കലൊക്കെയാണ് പോകണമല്ലോ. പലയിടത്തും മോർച്ചറി ഭാഷ ചെല്ലണം, അവിടെ ചെല്ലണം, ഇവിടെ ചെല്ലണം. പക്ഷെ വലിയ പ്രഗത്ഭരായിട്ടുള്ളവരൊക്കെ കിടക്കുന്ന കടപ്പ് കണ്ടാൽ
60, 70, 80 അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും മാത്രമേ. കർത്താവിനെ മാറ്റപ്പെടുത്തിക്കുക. അതുകൊണ്ട് 3-ാം നാളിനെ കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനം ആ കഷ്ടതയുടെ നടുവ് ആ കൂട്ടിയിരിക്കരുത്. സൗഖ്യം വേണ്ടവർ പറയണം. നെക്ലസ് നമ്മളെ സ്ത്രീയോട് ചോദിച്ചാൽ അവൾ പറയും എന്താണ്, നമ്മളെ അവളോട് ചോദിക്കുക എന്താണ് ഇതിൻ്റെ സൗഖ്യത്തിൻ്റെ സീക്രട്ട് ഉണ്ടോ? അവൾ പറയും തൊങ്ങലും ഒന്നുമല്ല വിഷയം. ഞാൻ എപ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അന്നേരം മുഴുവൻ എൻ്റെ കൺഫഷൻ ഇതാണ്, ഞാൻ പോകും ആ തൊങ്ങലിലെങ്കിലും തൊടും ഞാൻ സൗഖ്യപ്പെടാൻ. ഒറ്റ മനുഷ്യരോട് പറഞ്ഞു. ഇവിടെ പാർശ്വന്മാർ പറഞ്ഞു പഠിപ്പിക്കുക വിശ്വാസത്തിന്റെ വാർത്ത വിളിച്ചു പറയണേ. ഇടഭാഗത്ത് വിശ്വാസം വളരെ വിളിച്ചു പറയും. ഞാൻ അനുഗ്രഹം വന്ന് പറയും 10 പ്രാവശ്യം നീ പറയത്തില്ലെന്നുള്ള ചുരുക്കം സത്യം. 10 പ്രാവശ്യം നീ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിലേക്ക് നീ വന്നിരിക്കും. മുമ്പോട്ട് പോട്ട് അടുത്തത് യേശുവിനെ ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വർ ഇൻവൈറ്റഡ്. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. രാമി പറഞ്ഞു എവിടത്തിലെ പറഞ്ഞ ശുശ്രൂഷ തുടങ്ങി പോലെ ഇടുന്നു. ഞാൻ ഭക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അല്പം വൈകി എവിടത്തുള്ളൂ 10 എന്ന് പറഞ്ഞെങ്കിൽ ഒത്തിരി എടുത്ത് ആവശ്യമാവും. ദൈവത്തെ സ്തുതിച്ചേ. അത് നമ്മുടെ നേച്ചർ, അത് മാറണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇതിനകത്തോടെ ആകുമ്പോഴേ നീ പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് തൊട്ടടുത്തൊരു മലയൊരു വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ച് ഒരു ദിവസം ഷെയർ ചെയ്യണേ. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ക്ഷണിച്ച് എപ്പോഴും അവിടെ ശുശ്രൂഷ തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ അന്ന് 7:15 ഞാൻ പറഞ്ഞത് 7:15 ആകുമ്പോഴും ഞങ്ങൾ തുടങ്ങുന്നു. പക്ഷേ അവിടെ കാണാം. ഞാൻ പഠിക്കാൻ മോൻ കുഴപ്പമില്ല, ഇച്ചിടത്തെ എന്നാലും കുഴപ്പമില്ല തുടങ്ങി വിട്ടുന്നു. എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ ലജ്ജിപ്പിച്ചു. ചിലർ നമ്മളെ തോപ്പിക്കും. എന്നോട് പറഞ്ഞു, എന്നെ ബഹുമാനത്തോട് ഷൈജാന്ന് അവിടെ ഷൈജാ 7:15 ഞാൻ 7:10 അവിടെ കാണും. എനിക്ക് അങ്ങനെ ഒരു അച്ചടക്കമുണ്ട്. അന്നേം പറഞ്ഞു കുഞ്ഞുങ്ങളെ ഒരു ദിവസം ദേവദാസിനോട് ഇന്ന സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യാൻ പഠിക്കണം. അത് വലിയൊരു അനുഗ്രഹമാണ്. വാതിലോട് നിങ്ങൾ എൻ്റെ രാവിലെ എഴുന്നേറ്റ് വില കൊടുക്കേണ്ടവരുണ്ട്. ഇന്ന് പ്രിപ്പറേഷന് വേണ്ടി ഇന്നലെ എൻ്റെ വൈഫ് പറഞ്ഞു ഇടിച്ച് നേരത്തെ എഴുന്നേക്കും. ഉത്തരവാദിത്തം മറ്റൊരു പിന്നെ വരുന്നു. ഒരു ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പോൾ യേശുവിനെ ക്ഷണിച്ചു, ശിഷ്യന്മാരെ ക്ഷണിച്ചു. ദൈവത്തെ സ്തുതിച്ച് ആ ഭവനത്തിൽ എന്തുകൊണ്ട് ക്ഷണിച്ചു? അവിടെ ഒരു ബന്ധം എന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ അമ്മ ആ കുടുംബമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ദൈവത്തെ സ്തുതിച്ച്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. കലവറയില്ല കർത്താവിന്. കലവറയിലാണ് ഇവിടെ ആയാലും ഞാനൊരു കാര്യം പറയാം. യേശു നിന്റെ വിഷയത്തിനകത്തുണ്ടോ വിടുതല? യേശു ഇല്ലയോ ഇതിൻ്റെ യാത്രയിൽ? ദൈവത്തെ ശ്രദ്ധിച്ച് ഈ യോസഫും അമ്മാമ്മയും മറിയയും മറന്നുപോയി കർത്താവിനെ. ഈന്തപ്പഴവും ബലൂണും ഒക്കെ മേടിച്ച് അവരിങ്ങോട്ട് വന്നപ്പോൾ ഒത്തിരി വൈകി വന്നിട്ടാണ് കർത്താവിനെ കാണുന്നില്ല. അതുപോലെ പലരുടെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരും. അയ്യോ കർത്താവ് എന്നെ രക്ഷിക്കണേ. അങ്ങനല്ല. പിന്നെ എവരി ഡേ യു നീഡ് ടു ബി എ റിലേഷൻ വിത്ത് ഹിം ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തെ ശ്രദ്ധിച്ചാണ് എല്ലാ ദിവസവും പറഞ്ഞ കർത്താവ് ഈ പ്രതികൂലമാകുന്ന ഈ ലോകത്ത് ദൈവമേ നീ എന്നെ ഒന്ന് നടത്തണേ കർത്താവ്.